ആരാടാ കച്ചിയെല്ലാം വാരി അവിടെ വിതറിയിട്ടത്? എല്ലാത്തിനെയും അടിക്കാൻ എല്ലൊടിക്കും. എങ്ങോട്ടാ ഒരുങ്ങി പുറപ്പാട്? അമ്പലത്തിലേക്ക്. ഈ നേരത്തോ? കുട്ടാ, ജയന്തിയുടെ ജന്മനക്ഷത്രാണെന്ന് അമ്പലത്തിലൊരു വഴിപാട് ചീട്ടാക്കാൻ നേരത്തെ പോണേ. ശരി ശരി. ഈ വഴിപാട് ചീട്ടാക്കാൻ തുടങ്ങിയിട്ട് കാലശിയായി. അമ്മാവനോ മറ്റോ അറിഞ്ഞാൽ ദേവനും ദേവിക്കും ദോഷാണേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഇങ്ങോട്ട് നടക്ക് വേഗം. കുട്ടി എന്തിനാ ഓടുന്നത്? ആളവിടെ തന്നെ ഉണ്ടാകും. കൊണ്ടുപോയി കൊടുക്ക്. പായസം പിറന്നാളാണ്. ആരുടെ പിറന്നാളാണോ അവര് തന്നെ തരട്ടെ. എന്തേ? ആരുടെ പിറന്നാളാണോ അവരുടെ കൈ കൊണ്ട് തന്നെ തരണമെന്ന്. അതെങ്ങനെ? ആ ആളിങ്ങോട്ട് വരുന്നുണ്ട്. നാണി, നിങ്ങൾ പായസം കുടിക്കുന്ന നോക്കി നിന്നാലേ എനിക്ക് കൊതി കൂടും. വിടുന്ന്, ആരെങ്കിലും കാണും. വിടുന്ന്. പായസം കഴിക്കും. പായസമല്ലേ എന്റെ വായിലേക്ക് ഒഴിച്ചു തരൂ. ഈ തറവാടിന് പുസ്തകമുണ്ടാക്കാൻ വന്ന അസത്തെ നിന്നെ ഞാൻ കൊല്ലും. ഇനിയും ഇത് ആവർത്തിച്ചാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളും അനന്തരവും ഇല്ലെന്ന് ഞാൻ കരുതും. ഈ വീട്ടിൽ നിന്നും രണ്ടിനെയും അടിച്ച് പടിയിറക്കി പിണ്ണം വയ്ക്കും. എന്റെ പൊന്നുമോളെ, നിനക്ക് എന്ത് പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല. അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല. നീ വരില്ലെന്നാ ഞാൻ കരുതിയത്. അമ്മ ഉണർന്നാൽ അന്വേഷിക്കും. എന്തിനാ ഈ സമയത്ത് എന്നോട്? എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? ജീവിതകാലം മുഴുവനും. നീ അരികിലില്ലാതെ, നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഗോപിയേട്ടാ. ജയന്തി, നമുക്ക് എവിടെയെങ്കിലും പോവാം. ഈ നാട് വിട്ട് എവിടെയെങ്കിലും. നിനക്കെന്നെ വിശ്വാസമില്ലേ? ചതിച്ചു കുഞ്ഞെ. അമ്മാവൻ ആൾക്കാരുമായി വരുന്നു. വരൂ, വരാൻ. ഇവിടുത്തെ സൗകര്യങ്ങൾ ജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. സത്യം പറയൂ, എന്നോടൊപ്പം വന്നതിൽ നിനക്ക് ദുഃഖം തോന്നുന്നില്ലേ? ഒരിക്കലുമില്ല. ഗോപിയേട്ടനടുത്തുള്ളപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ എന്താണ് ഒരു കുറവ്? കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം. തൽക്കാലം എനിക്ക് 1-2 സാരിയും, പിന്നെ ഗോപിയേട്ടനും വേണം. ജയന്തി, ഇതിനൊക്കെ കാശ് വേണ്ടേ? നിന്റെ വളയും ചെയിനും വിറ്റ കാശ് കൊണ്ടാ ഇത്രയും നാൾ നമ്മൾ കഴിഞ്ഞത്. ഇനി എനിക്കൊരു ജോലി കിട്ടാതെ യാതൊരു വഴിയുമില്ല. നാളത്തെ ആഹാരത്തിന് പോലും. ദിവസവും ജോലി അന്വേഷിച്ചിറങ്ങുന്ന അദ്ദേഹം തിരിച്ചു വരുന്നത് വിഷമത്തോടെയായിരുന്നു. പട്ടിണി എന്താണെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞു. ഒരു ദിവസം
ഉടുക്കാൻ മറുതുണിയില്ലാതെ ഞാൻ കുളിച്ചീറിനുണക്കി നിൽക്കുമ്പോൾ വരൂ ജയന്തി. ഇന്നത്തോടെ നമ്മുടെ എല്ലാ ദാരിദ്ര്യവും തീർന്നു. ഇദ്ദേഹമാണ് അതിന് കാരണക്കാരൻ. എന്റെ ഒരു പഴയ സ്നേഹിതനാണ് മിസ്റ്റർ രാജഗോപാൽ. ഇതാ, വേഗം ഡ്രസ്സ് മാറി പുറപ്പെട്ടോളൂ. എങ്ങോട്ട്? കഴിച്ചോളൂ, ക്ഷീണം മാറാൻ നല്ലതാണ്. നീ ആരെയാ വിളിക്കുന്നത്? എന്റെ ഭർത്താവ് ഗോപേട്ടനെവിടെ? ഗോപേട്ടൻ എന്ത് ചെയ്തു? നിങ്ങൾ പറയൂ. അദ്ദേഹത്തെ നിങ്ങൾ എന്ത് ചെയ്തു? പറയൂ. രാജഗോപാൽ, രാജഗോപാൽ, എന്താ? ഏതാണിവൾ? ആരാണ് ഇവളുടെ ഭർത്താവ്? എവിടെയവൻ? പോയി. ഇല്ല, ഇല്ല. അദ്ദേഹത്തെ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ ദൈവമേ, ഗോപേട്ടന് എന്ത് പറ്റി? എന്ത് പറ്റി അദ്ദേഹത്തിന്? പെട്ടെന്നുണ്ടായ ഷോക്കാണ് കാരണം. നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ. കരഞ്ഞു തീർക്കാവുന്ന ദുഃഖങ്ങളുണ്ട്. നിന്റെ ദുഃഖം കണ്ണീരിൽ അലിയാത്താണെന്ന് ഞാൻ ഊഹിക്കുന്നു. നീ വഞ്ചിക്കപ്പെട്ടവളാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കുടിച്ചു ബോധമില്ലാതിരിക്കുമ്പോൾ പല പെൺകുട്ടികളും ഈ റൂമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരാരെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മനഃപൂർവ്വമല്ല. എന്നോട് ക്ഷമിക്കൂ. എവിടെയാ വീട്? പോകാൻ മറ്റൊരിടമില്ലെങ്കിൽ നിന്റെ അസുഖം മാറുന്നവരെവിടെ താമസിച്ചോളൂ. ഭയപ്പെടണ്ട, നിന്നെ ആരും ഉപദ്രവിക്കില്ല. നീ ഒരു ഭാഗ്യവതിയാണ്. മുതലാളിക്ക് എന്തോ നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിനക്കറിയാം അദ്ദേഹം ആരാണെന്ന്? കോടീശ്വരൻ. ഭാര്യ മരിച്ചത് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു പെണ്ണിനെയും പുള്ളി രണ്ടാമതിലേക്ക് നോക്കിയിട്ടില്ല. നീ എന്തിനാ കരയുന്നത്? ഓ, അവനെ ഓർത്താണോ? ആ ഗോപിയെ. നിന്നെപ്പോലെ എത്രയോ പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിരിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ബോംബെയിലുള്ള ഏതെങ്കിലും ഒരു വേശ്യാത്തെരുവിൽ നീ എന്നെത്തുമായിരുന്നു. ഞാൻ പറയുന്നത് നിന്റെ ഗുണത്തിനാണ്. ഇവിടെ നിറങ്ങിയാൽ നീ എങ്ങോട്ട് പോകും? ഒരല്പം ബുദ്ധി കാണിച്ചാൽ നിനക്ക് ഇവിടെ കഴിയാം, ഒരു രാജകുമാരിയെ പോലെ. അല്ലാതെ ആ ഗോപിയെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. അവൻ തിരിച്ചു വരില്ല.
ജയന്തി, നീ സങ്കടപ്പെടരുത്. ഒരിടത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത വിധം അപകടത്തിൽപ്പെട്ടതാണ് എന്റെ ജീവിതം. നിന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് നിന്നെ കൂടി വിൽക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കൂ. നിന്റെ ഗോപേട്ടൻ. മുമ്പ് വന്നവരെല്ലാം ഇരുട്ടത്തായിരുന്നു, ഒരെണ്ണത്തിന് വെളിച്ചത്ത് കണ്ടിട്ടില്ല. ഈ മാനം മര്യാദ ഇല്ലാത്തേക്ക് എവിടെയാ രാവും പകലും? നിൽക്കൂ. എവിടേക്കാ? അടുത്തെങ്ങും പരിചയക്കാരോ ബന്ധുക്കളോ ഇല്ലല്ലോ. കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. രാജഗോപാൽ പറഞ്ഞു. ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നീ തനിച്ചെങ്ങനെ ജീവിക്കും? എനിക്കിനി ജീവിക്കണ്ട. ഓഹോ, അപ്പോൾ മരിക്കാനാണ് ശ്രമമല്ലേ? ആത്മഹത്യ എളുപ്പമാണ്, ഇവിടെ ജീവിക്കാനാണ് പ്രയാസം. ഇഷ്ടപ്പെട്ട പുരുഷനുമൊത്ത് ഒളിച്ചോടാൻ ധൈര്യം കാണിച്ച നീ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഭീരുത്വമല്ലേ? അതും നിന്നെ വഞ്ചിച്ച ആ ചെറുപ്പക്കാരനെ ചൊല്ലി നീ സ്വയം നശിക്കുന്നതിൽ എന്താണ് അർത്ഥം? കഴിയുമെങ്കിൽ അവനോടുള്ള പ്രതികാരം എന്നോണം ജീവിക്കും. ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമാണ്. വരൂ. ജീവിക്കാനുള്ള പ്രതികാര ബുദ്ധി മാത്രം എന്നിൽ ശേഷിച്ചു. എന്നെ നശിപ്പിച്ച പുരുഷനോടുള്ള പകയായിരിക്കാം അതിന് കാരണം. ആ വലിയ വീട്ടിൽ എനിക്ക് അഭയം തന്ന മനുഷ്യനോട് ആദ്യം എനിക്ക് വെറുപ്പ് തോന്നി. കൂടെ കൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. കുടിച്ച് സ്വയം നശിക്കുന്ന ആ മനുഷ്യനോട്